നസ്തഈൻ ഇയ്യാക നഅ്ബുദു പടച്ചവനെ നമ്മൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. മഹത്തുക്കൾ എഴുതിയിട്ടുണ്ട്, അൽ ഫാത്തിഹത്തു സിറുൽ ഖുർആൻ, ഖുർആനിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് സൂറത്തുൽ ഫാത്തിഹ. വസിർ ഹാദിഹിൽ കരിമ, സൂറത്തുൽ ഫാത്തിഹയുടെ പൊരുൾ എന്താണ്, സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പോൾ അവിടെ ഇബാദത്തും വന്നു, ഇസ്തിആനത്തും വന്നു. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയാം നമ്മൾ അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം നമ്മൾ പറയുന്ന സമയത്ത് അള്ളാഹനെ മാത്രമാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? സമ്പൂർണമായ ഭയം, വിധേയത്വം, ഇഷ്ടം, സ്നേഹം, ഇതിനൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയാൻ പറ്റുന്ന ഒരു വാചകമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഇബാറത്തുൻ അമ്മാ യജ്മഉ കമാലൽ മഹബ്ബത്തി വൽ ഖുദൂഇ വൽ ഖൗഫി, സമ്പൂർണമായ ഭയം, സമ്പൂർണമായ വിധേയത്വം, സമ്പൂർണമായ സ്നേഹം, സമ്പൂർണമായ ഇഷ്ടം, ഇതിനൊക്കെ ചേർത്താൽ നമുക്ക് ഇബാദത്ത് എന്ന് പറയാം. അപ്പോൾ അള്ളാഹുവെ ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അള്ളാഹുവെ ഞാൻ നിന്നെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ, സമ്പൂർണമായ ഭയം. എന്തുകൊണ്ട്? നഫ്ഉം ദർറും. നമ്മൾ ഈ ഭയപ്പെടുന്ന എന്തിനാണ്? അള്ളാഹു നമുക്ക് നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ആ കോറ് സത്ത് അള്ളാഹു നമുക്ക് ഇറക്കി തരട്ടെ. നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മളിവിടെ നടന്നു പോകുമ്പോൾ ഒരു പാമ്പിനെ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നു, നമ്മൾ ഉടനെ പുറകോട്ടേക്ക് ചാടുന്നു. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിച്ചു വെച്ച ഒരു സ്കീമുണ്ട്. എന്താണ് ആ സ്കീമെന്ന് പറയുന്നത്? പാമ്പിൻ്റെ കടിയേറ്റാൽ പാമ്പിൻ്റെ വിഷം എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കും, അത് ബ്ലഡിലേക്ക് മിക്സ് ആകും, ബ്ലഡ് ക്ലോട്ടാകും, വിത്തിൻ ഹവേഴ്സ് ഞാൻ എന്തായി പോകും? മരിച്ചു പോകും. അപ്പോൾ ഞാൻ ഭയപ്പെടുന്നത് ഉപദ്രവത്തിനെയാണ്. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും എന്തിനാണ്? ഞാൻ ഇന്നയാളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അയാളിൽ നിന്നും എനിക്ക് ഇന്ന പ്രയോജനങ്ങൾ കിട്ടും, ആ പ്രയോജനങ്ങൾ എനിക്ക് നന്മയാണ്. അപ്പം നന്മയെ പ്രതീക്ഷിച്ചു കൊണ്ടാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ നോക്കിയാൽ നഫ്ഉം ദർറും, ത്വലബുൻ നഫ് ആണ് ഒരു മനുഷ്യനെ മറ്റൊന്നിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ബേസിക് കാരണം. എനിക്കെന്തെങ്കിലുമൊക്കെ കിട്ടണം, അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പലതുമായി കണക്റ്റഡ് ആകുന്നത്. അല്ലെങ്കിൽ ദഫ്ഉൽ ദർറാണ്, എനിക്ക് ചില ഇടങ്ങേറിൽ നിന്ന് രക്ഷപ്പെടണം, നമ്മൾ ഹെൽമെറ്റ് ധരിക്കുന്നു, നമ്മൾ പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അസിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ ഉപകാരങ്ങളും എല്ലാ ഉപദ്രവങ്ങളും മനുഷ്യനുണ്ടാക്കാൻ കെൽപ്പുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. ഈ ഖുർആൻ ഷരീഫിൽ അള്ളാഹു അല്ലാത്ത ആളുകളെ ഇബാദത്ത് ചെയ്യുന്ന വിഭാഗങ്ങളോട് അഭിസംബോധന നടത്തുന്ന സമയത്ത് അള്ളാഹു തആല ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു വാചകമുണ്ട്. നമ്മളിന്ന് ഖുർആൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. മാ ലാ യൻഫഉഹും വലാ യദുറുഹും ലാ യംലികൂന ദർറൻ വലാ നഫഅ വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉം. റിപ്പീറ്റ് ചെയ്ത് അള്ളാഹു തആല പറയുന്നുണ്ട്, അവർ ആരാധിക്കുന്നത് ഒരു ഉപകാരവും ചെയ്യാത്തത്, ഒരു ഉപകാരം ചെയ്യാത്ത സാധനം, ഒരു ഉപദ്രവം ചെയ്യാത്ത സാധനം. ആരാധിച്ചതിൻ്റെ പേരിൽ അത് ഉപകാരം ചെയ്യുകയില്ല, ആരാധിക്കാത്തതിൻ്റെ പേരിൽ എന്തും ചെയ്യൂല. നിങ്ങൾ നോക്കിക്കോ, അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ, എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ. പല ആളുകളും പലതിനെയും ആരാധിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? അല്ലെങ്കിൽ കോപമുണ്ടാവും, ഇന്നത് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ എന്താണ് ഈ പറയപ്പെട്ട ശാപമുണ്ടാവും. അപ്പം അവർ ഭയപ്പെടുകയാണ്. നിങ്ങൾ ഇന്ന രീതിയിലുള്ള നേർച്ചകളും പൂജകളും ചെയ്തിട്ടില്ല എങ്കിൽ ആ കോപം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറക്കും ബാധിക്കും. നിങ്ങൾക്ക് ഇന്ന ദോഷമുണ്ട്, നിങ്ങൾക്ക് ഇന്ന ദോഷമുണ്ട്, നിങ്ങൾ ജനിച്ച രാശിയുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ നക്ഷത്രവുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ ജനിച്ച സ്ഥലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇന്ന ദോഷമുണ്ട്. ആ ദോഷത്തിനുള്ള പരിഹാരക്രിയയാണ് നിങ്ങൾ ചെയ്യേണ്ടത്.